Good morning, my dear children. ടൂർ വളരെ നന്നായിരുന്നു. കാരണം ഞങ്ങൾക്ക് വളരെയധികം ആശങ്കയുണ്ടായിരുന്നു. എല്ലാവരും ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു ടൂറിന് വേണ്ടി പോകുന്നതിന് മുമ്പിൽ. പക്ഷേ സപ്പോർട്ട് ചെയ്തു. പിന്നെ അവരുടെ ആശങ്കകൾ അവർ പറഞ്ഞു. ആശങ്കകൾ അതിന് ഒരു മധുര പ്രതികാരമായി ഈ ടൂറിന്റെ അനുഭവം സിസ്റ്റർ പറഞ്ഞു കൊടുക്കും. അവർക്ക് നാണക്കേടാവട്ടെ. അതെല്ലാവരും പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ. വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. പിന്നെ അവസാനത്തെ ദിവസം ആദ്യത്തെ 2-3 ദിവസം നിങ്ങൾ ഡാൻസ് മാത്രമേ ഉണ്ടായുള്ളൂ. ഇന്നലെ പക്ഷെ കുറച്ചും കൂടി എല്ലാവർക്കും കൂടാവുന്ന വിധത്തിൽ നിങ്ങൾ ചില പ്രോഗ്രാംസ് എന്നുവെച്ചാൽ ഇവിടെ പാട്ട് പഠിച്ചു, അങ്ങനെയൊക്കെ അത് എല്ലാവർക്കും കൂടാവുന്നതല്ല. അത് അങ്ങനെയാണ്. നമ്മുടെ ടൂറിന്റെ ഡ്രൈവർമാരായിരുന്ന ഡ്രൈവർ ചേട്ടനായിരുന്ന മണിച്ചേട്ടനോടാണ് ഇന്റർവ്യൂ എടുത്താൽ മണിച്ചേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു മൊത്തം ഞങ്ങളുടെ ടൂറ്? മണിച്ചേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു മൊത്തം ഞങ്ങളുടെ ടൂർ പ്രോഗ്രാം? വിനോദയാത്രയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് ടൂർ പ്രോഗ്രാമിന് വേണ്ടി സാരഥിയാവാൻ ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടൂർ പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ എന്ന് തന്നെ തീർച്ചയായും ഈ ട്രിപ്പിനെ കുറിച്ച് പറയാം. ചില നിമിഷങ്ങളിൽ പാളി പോകുമെന്ന് കരുതിയ ചില പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായെങ്കിലും അത് അവസാനമായപ്പോഴേക്കും വളരെ ഭംഗിയായി തിരിച്ചു. അതിന് നഷ്ടം സംഭവിച്ചത് ഞങ്ങൾ കാണും. ആട്ടിൻ തോലിട്ട് ചെന്നായ്ക്കളെ പോലെ ഞങ്ങൾ എന്തെങ്കിലും വീണ് കിട്ടുമെന്ന് കരുതി കാത്തിരുന്നു. പക്ഷെ അമ്മയും മക്കളും അവസാനം ഒത്തുചേർന്നു. ശരിക്കും പറഞ്ഞാൽ ഒന്നും ആരുടെയും തെറ്റല്ല. കാരണം ഉത്തരവാദിത്വം അത് തലയിലുള്ളവർക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയും. പിന്നെ ഇന്നത്തെ ഫാസ്റ്റ് യുഗത്തിൽ കുട്ടികൾ ചെയ്തത് വലിയ വികൃതികളാണെങ്കിലും അത് ചെറിയ വികൃതികളായി തന്നെ കണക്കാക്കും. അതുപോലെ തന്നെ അറിവിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും നിറകുടങ്ങളായ മാലാഖമാരെ നിങ്ങൾക്ക് അധ്യാപികമാരെ കിട്ടിയതിലും അവരുടെ കൂടെ ഒരു വിനോദയാത്ര സഞ്ചരിക്കാൻ സാധിച്ചതിലും കുട്ടികളായി നിങ്ങൾ വളരെയധികം സന്തോഷിക്കേണ്ടതാണ്. പിന്നെ ഈ വിനോദയാത്ര ഇത്രയും ഗംഭീരമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സമയത്തിന് ഭക്ഷണവും വെള്ളവും അതുപോലെ തന്നെ എല്ലാവിധ കാര്യങ്ങളും നിങ്ങളുടെ കൂടെ നിന്ന് അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ഒപ്പം നിന്ന ചിത്രൻ ഭായിയെ ആരും മറക്കാൻ പാടില്ല. വിദ്യാഭ്യാസത്തിന്റെ കുറവ്, അതുകൊണ്ട് തന്നെ അക്ഷരദാരിദ്ര്യം. എങ്കിലും എൻ്റെ വാക്കുകളിലെ പിഴവുകൾ നിങ്ങൾ നികത്തുമെന്ന് കരുതുന്നു. എൻ്റെ ആവനാഴിയിലെ വാക്കുകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ശാലക്കുടി സെന്റ് ജെയിംസ് കോളേജിലെ BSc നഴ്സിംഗ് വിദ്യാർത്ഥികളായ സുന്ദരന്മാരായ വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തരാൻ സാധിച്ചതിൽ ഞാൻ നിങ്ങളോട് അതിന് നന്ദി പറയുന്നു. ഈ 4 ദിവസത്തെ ടൂർ പ്രോഗ്രാം വളരെ മനോഹരമായും വളരെ സേഫായും കലാശിച്ചതിന് നമുക്ക് ആദ്യമായി ദൈവത്തോട് നന്ദി പറയാം. കൂടാതെ നിങ്ങളെല്ലാവരും ഈ ടൂർ പ്രോഗ്രാം വളരെയധികം എൻജോയ് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ ഇത് കഴിഞ്ഞാൽ ഫെയർവെൽ, അത് കഴിഞ്ഞാൽ നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് വീണ്ടും ജീവിതത്തിലേക്ക് എന്താ പറയുക, അതെ, അടുത്ത കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾ ഈ സുന്ദരമായ മുഹൂർത്തങ്ങൾ വല്ലപ്പോഴും ഓർക്കുക
എന്നാലും എന്തെങ്കിലും പറയണം സുരേഷ് ഭായ്. ഇടയ്ക്കിടെ പിച്ചുകൾ പറഞ്ഞ് നമ്മളെ ഇടയ്ക്കിടെ സുരേഷ് ഭായ് ഓക്കെ സുരേഷ് ഭായിക്ക് വേണ്ടി മനുഷ്യനാണ് പറയുന്നത്. ആകെ സംശയം, നിങ്ങളുടെ കോളേജിൽ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണോ അതോ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ സെലക്ഷൻ? അതാണ് ആളുടെ ഏറ്റവും വലിയ സംശയം. സാധാരണ ഒരു കോളേജിൽ നിന്ന് ടൂർ പോകുമ്പോൾ കുറച്ച് സുന്ദരന്മാരുണ്ടാവും, കുറച്ച് ഇടത്തരം, കുറച്ച് മോശം, അങ്ങനെയൊക്കെയാണ്. നിങ്ങളെല്ലാവരും സുന്ദരന്മാരും മേൽപ്പുര പൊളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ഇന്റർവ്യൂ നിങ്ങൾക്കായി സമർപ്പിച്ച 2003 ടിവിക്ക് വേണ്ടി ക്യാമറമാൻ ഇതിനെല്ലാം എന്നെ സഹായിച്ചത് ഞങ്ങളുടെ ചാനലിന്റെ MD ആയ ടി ജോഡിയാണ്. ഒരു MD എന്താ ഒരു എന്താ അവനില്ല പറയുമ്പോ ക്യാമറ പഠിക്കാൻ അറിയില്ല. नमस्कार जी, 9947919100 ഡ്രൈവിംഗ് സാരഥി